നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്, സൈക്കോളജിക്കൽ റിസർച്ചർ ആൻഡ് സ്പിരിച്വൽ ഹീലർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആയിരം നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. അതെന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കറിയാം, നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ ആരംഭിച്ചതാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ എനിക്ക് ഇത്രയും 25+, അതായത് 25,000 സംതിങ് സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് ലഭിച്ചു. അപ്പം അതിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി പറയുകയാണ്, ഹൃദയപൂർവ്വം. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇല്ലായിരുന്നെങ്കിൽ ഈ ചാനൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കില്ല. ഇപ്പോഴും അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന, എൻ്റെ കൂടെയുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ ആളുകൾക്കും, ഓരോ വ്യക്തികൾക്കും, ഓരോ വിരൽത്തുമ്പിനും ദീർഘായുസ്സും ഐശ്വര്യവും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കും ഇതാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വർഷമായി. അതിൻ്റേതായ എല്ലാവിധ മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കണം, മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്താൻ പഠിക്കണം. ഇപ്പം ഞാനൊക്കെ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എപ്പോഴും അവിടുത്തെ ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, നമ്മളതിപ്പോൾ ഉച്ച ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അന്ന് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യകാരണങ്ങളൊന്നും അറിയില്ലായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞു തരും, നമ്മൾ ഫോളോ ചെയ്യും. എങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ദൈവമേ ഇന്ന് തന്ന ഭക്ഷണത്തിന് നന്ദി, അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് 2 വാക്ക് പറഞ്ഞിട്ടാണ് എപ്പോഴും നമ്മൾ കഴിക്കുക. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പലവിധ സ്കൂളിലും ഉണ്ട്, പക്ഷെ അന്നൊന്നും എല്ലായിടത്തും ഇല്ല. പക്ഷെ അന്ന് മുതൽ നമ്മൾ പറയുന്നതാണ്, അറിഞ്ഞും അറിയാതെ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ആ ഒരു സബ്ജക്റ്റ് തന്നെ പ്രധാനമായിട്ട് എടുത്ത് പഠിക്കാനും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും എനിക്കൊരു യോഗം ഉണ്ടായി. അപ്പോൾ ഈ നന്ദി പറയുക എന്നത് പലരും പറയുന്നത്, ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഒരു മന്ത്രം പോലെ. അതായത് എന്താ, റിപ്പീറ്റ് ചെയ്ത് കാണാതെ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ അർത്ഥമോ ഇതിൻ്റെ വ്യാകരണമോ ഇതിൻ്റെ ഫീലിങ്സോ ഒന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫീൽ ചെയ്തുകൊണ്ട് പറയുക, എങ്കിലേ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് ആഴത്തിലെത്തുകയുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുന്നത് വൈബ്രേഷണൽ ഫ്രീക്വൻസികൾ മാത്രമാണ്, അല്ലാതെ അവിടെ ലാംഗ്വേജും ഭാഷകളും ഒന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ ഫ്രീക്വൻസിയിലേക്ക്, ഫീലിങ്സിലേക്ക് നിങ്ങൾ കൊടുക്കണം മനസ്സിലേക്ക്, എങ്കിലേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റും. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, തെറ്റിദ്ധാരണയാണ്. ഭാഷകൾ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയായിട്ടല്ല, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയും കാണുന്ന കാഴ്ചകളിലൂടെയും കേൾക്കുന്ന കേൾവികളിലൂടെയും ഒക്കെ, നമ്മൾ ഇമോഷൻസിലൂടെയൊക്കെ നമ്മളിലുണ്ടാവുന്ന അനുഭൂതിയിലൂടെയാണ് നമ്മളകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതെന്തോ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി. എനിക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനങ്ങേയറ്റം ഞാൻ സന്തോഷത്തോടെ ദൈവത്തിനോട് അന്നും ഇന്നും നന്ദി പറയുകയാണ്. എനിക്ക് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ, ഇത്രയൊക്കെ അവസരങ്ങൾ, ഇത്രയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതിന് ദൈവത്തിനോട് അങ്ങേയറ്റം ഞാൻ നന്ദി പറയുന്നു, ഒപ്പം നിങ്ങളോട്. അപ്പം ഈ നന്ദി പ്രാക്ടീസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണോ. അത് നിങ്ങൾ പലരും പറയുന്നുണ്ടാവും,
പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. എത്ര പേർ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു എന്നതിൽ മാത്രമേ റിസൾട്ട് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നന്ദി പറയുമ്പോൾ ചെറിയ കാര്യം പലർക്കും അറിയില്ല എങ്ങനെയാണ് പറയേണ്ടത്, എന്ത്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനും വിട്ടിട്ടുണ്ടോ, എന്തിനൊക്കെ പറയാം എന്നുള്ളത്. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും പറയാമല്ലോ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ലൈഫിൽ, അതിപ്പോൾ എന്താണോ അത് ആയിക്കൊള്ളട്ടെ, ചെറുതെന്നല്ലേ വലുതിലേക്ക് പോകുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പറയുന്നത് ശീലമാക്കൂ. പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്ത് പറയാനും കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ബൈബിളിലൊരു വാക്കുണ്ട്, ഉള്ളവന് ഞാൻ കൂടുതൽ കൊടുക്കപ്പെടുന്നു, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടുന്നു. എന്താണ്? അന്നൊന്നും ഇത് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴൊന്നും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. പക്ഷേ എങ്കിലും നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത്, നന്മയുള്ളത് എന്തും നമുക്ക് ഏത് മതത്തിൽപ്പെട്ടതിന് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പം ബൈബിൾ പറഞ്ഞത് ബൈബിൾ വായിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. അത് അന്നതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇന്ന് തട്ടിച്ചത് നോക്കുമ്പോൾ പഠിച്ചതുമായിട്ട് എന്താ പറയുന്നത്? കൃതജ്ഞതയെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ളവന്, അതായത് നന്ദി ഉള്ളവന്, അതായത് നന്ദി പ്രകടിപ്പിക്കുന്നവന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നു. അത് ഉള്ളതിന് പോലും, അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയില്ല, ഒരു സംതൃപ്തിയില്ല, ഒരു മനസ്സംതൃപ്തി പ്രകടിപ്പിക്കാത്തവന് അവൻ്റെ അടുത്ത് ഉള്ളത് കൂടി ഞാൻ എടുക്കുന്നു എന്നത് മാത്രമേ നമ്മൾ അർത്ഥാക്കണ്ടൂ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ ഓപ്പോസിറ്റുള്ളവർക്കോ, നമ്മളെ നെയ്ബേഴ്സിനോ, അയൽവക്കക്കാർക്കോ, നമ്മളെ പരിചിതരുള്ള ആൾക്കോ, നമ്മളെ ഫ്രണ്ട്സിനോ, അവർക്ക് നല്ലത് സംഭവിച്ചു, അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അവർ നല്ല വീട് വെച്ചു, കാറ് മേടിച്ചു, ഇതൊക്കെ കാണുമ്പോൾ അവരതൊക്കെ നേടുന്നുണ്ട്, എനിക്കാണ് ഇതൊന്നും പറ്റുന്നില്ല എന്ന ഫീലിങ്സ് അല്ല വേണ്ടത്. അവർ നേടുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകൊണ്ടായിരിക്കാം. അതിപ്പോൾ എന്ത് കഴിവാണെങ്കിലും അത് അവരുടെ കഴിവാണ്. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്ന് കരുതി നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ ബ്ലെയിം ചെയ്യാനോ അവരെ പുച്ഛിക്കാനോ കുറ്റം പറയാനോ പോയിക്കൊണ്ടിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പന പോലെ വളർന്നുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരവരുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമേ ഫോക്കസ് കൊടുക്കുന്നുള്ളൂ. ഇടയ്ക്ക് വരുന്നവരാരോ, കുറ്റം പറയുന്നവരാരോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം. അതിനിടയ്ക്ക് ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് തന്നെ നമ്മളോട് ചോദിച്ചാലും പറഞ്ഞാലും നമുക്കൊന്നുമില്ല എന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യത്തോണ്ടാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, ഈ സബ്സ്ക്രൈബേഴ്സ് അടക്കം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നേടിയതാണ്. ഒരു വീഡിയോ കാണുന്നു, അതിൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നമുക്കത് വീഡിയോ കാണാനിടയാവുന്നു. ഇങ്ങനെയാണല്ലോ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടുന്നത്. അപ്പം ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിനെയും നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നേടിയെടുത്തതാണ്, ഇപ്പോഴും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കും തരുന്നു, ദൈവത്തിനും കൊടുക്കുന്നു. ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, കണ്ടൻറ് ഇടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക, ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. അപ്പം ഞാനിത് ഇന്നിപ്പോൾ 2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന്, എൻ്റെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ്സ് വന്നതിന് നിങ്ങളോടൊക്കെ നന്ദി പറയുന്നു. ഒപ്പം സർവേശ്വരനും നന്ദി പറയുന്നു. പിന്നെ ഇതെന്നും എനിക്ക് വീഡിയോസ് ഇടാനും എനിക്ക് കാര്യങ്ങൾ പറയാനും എനിക്ക് സർവേശ്വരൻ തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും ഒപ്പം തന്നെ ഞാൻ നന്ദി പറയണം. അത് മറക്കുന്നത് നമ്മൾ തെറ്റല്ലേ? അല്ലേ? അത് നന്ദി ഇല്ലാത്തതായി പോവില്ലേ? അതിന് ഞാൻ നന്ദി പറയുകയാണ്, അല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ എത്ര പേര് നന്ദി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ചെയ്യുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും നിങ്ങളുണ്ടെങ്കിൽ യെസ് ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് മാറ്റമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് ഒരു ഫീലിങ്സാണ്. നന്ദി എന്ന് പറയുന്നൊരു ഫീലിങ്സാണ്. അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം, അല്ലേ?
അപ്പോൾ ഒരു പ്രാർത്ഥന പോലെ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക്, ലഭിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഹെയറാവും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അറിയാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാവുന്നു. ക്രമേണ നല്ല രീതിയിൽ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺ റിലീഫ് ആവുന്നു, കുറയുന്നു. ഉറക്കക്കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നു. ഒക്കെ ആകെ മൊത്തത്തിലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ പ്രാക്ടീസും വേണം, നമ്മൾ ചെയ്യേണ്ട കർമ്മവും ചെയ്യണം, അല്ലേ, ആക്ഷൻ. അപ്പം ഇതിലൂടെയൊക്കെ നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിർത്തുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ്, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കമൻറ്റ്സും നിങ്ങളുടെ ലൈക്കുമാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ചെയ്യുക. പിന്നെ അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്ന് ഒരുപാട് പേര് നമ്മളെ കോഴ്സിലേക്ക് വീണ്ടും ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജൂലൈ ആവാനായി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഗൈഡൻസ് വേണം, മോട്ടിവേഷൻസ് വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു 21 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസിലേക്ക് സ്വാഗതം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ഇതിന് ഫീ ഉണ്ട്, പെയ്ഡാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.